ജെയ്മെൻ 2025 ഫേസ് 1 ജനുവരി 23 ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻ നമ്പർ 25 ആണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്താ ദ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആർ 10th and 11th term of an arithmetic progression with a common difference 3/2. If the sum of the first 11 terms of this arithmetic progression is 88, then q minus 2p is equal to. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ക്വാഡ്രാറ്റിക് എന്നുണ്ട്, അഥവാ ഫണ്ടമെന്റൽസ് എന്നുണ്ട്, അതേപോലെ സീക്വൻസ് ആൻഡ് സീരീസ് എന്നുണ്ട്. ഇത് കൂടുതൽ കോൺസെപ്റ്റ് നമ്മൾ സീക്വൻസ് ആൻഡ് സീരീസ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സീക്വൻസ് ആൻഡ് സീരീസിലെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ എനിവേ ശ്രദ്ധിക്കാൻ നമുക്ക് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. റെഡി? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എ പിയുടെ 10th ടേമും അതേപോലെ 11th ടേമുമാണ്. അപ്പോൾ ആ പർട്ടിക്കുലർ എ പിയുടെ കോമൺ ഡിഫറൻസ് 3/2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പർട്ടിക്കുലർ സം ടു ഫസ്റ്റ് 11 ടേംസ് എന്താണ് 88 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ആദ്യം തന്നെ എന്താക്കാം എ പിയുടെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപാടി എന്താകും കഴിയും. മനസ്സിലായല്ലേ? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ നമുക്ക് 10th ടേമും 11th ടേം ദർബൈ ഇതിന്റെ റൂട്ട്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് എന്താ സത്യം. റെഡി അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് കണ്ടുപിടിക്കണം. റെഡി? അപ്പോൾ അങ്ങനെ സം ടു n ടേംസ് ഓഫ് എൻ എ പി അല്ലേ എന്ന് പറഞ്ഞാൽ വി നോ n/2 ഇൻറ്റു എന്താ 2a പ്ലസ് n-1 ഇൻറ്റു ഡി. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ അതെന്ത് തന്നിട്ടുണ്ട്? 88 ആണ് അല്ലേ? ഫസ്റ്റ് 11 ടേം. ഓക്കെ, 11. അപ്പോൾ n 11 ഈസ് ഈക്വൽ ടു എന്താണ് 88. ഓക്കെ ഓക്കെ, അപ്പോൾ 11 ഡിവൈഡ് ബൈ 2 അപ്പോൾ ഇൻറ്റു 2a അതറിയില്ല പ്ലസ് 11 - 1 അഥവാ 10 ഇൻറ്റു ഡി എന്താണെന്ന് നമുക്കറിയാം 3/2 ആണ്. ആമേ കറക്റ്റ്? യെസ്, ഡി എന്ന് പറഞ്ഞ സാധനം 3/2 ആണ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് നമുക്ക് എ ആണ് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 11 അല്ലെ 8 അതെ എത്ര 8 തവണ പോകും. ശരിയല്ലേ? അപ്പോൾ ഇത് ഇങ്ങോട്ട് വെച്ചാൽ നമുക്ക് 16 എന്ന് വരും. ശരിയല്ലേ? 16 ഈസ് ഈക്വൽ ടു 2a പ്ലസ് ഇതാണെങ്കിൽ 5 3 15 എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണ് 15 - 16 എന്ന് 1. അപ്പോൾ എ ഈസ് ഈക്വൽ ടു നമുക്ക് 1/2 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ എ 1/2 കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അല്ലെ? അഥവാ 10th ടേമും അതേപോലെ തന്നെ 11th ടേമുമാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം T10 അല്ലെ? ആ T10 ആണ് എന്ത് റൂട്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആൽഫ. അപ്പം ഞാൻ ആൽഫ എന്ന് പറഞ്ഞാൽ T10 അല്ലെ? T10 എന്ന് പറയുമ്പോൾ നമുക്കറിയാം a പ്ലസ് 90 ആണ്. ഓക്കെ, അപ്പോൾ എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് 1/2 ആണ്. 9 ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് 3/2 ആണ്. അപ്പോൾ 27 + 1 അഥവാ 28 ഡിവൈഡ് ബൈ 2 അഥവാ എന്താണ് 14 ആണ് അല്ലെ? അപ്പോൾ ഒരു റൂട്ട് നമുക്ക് എന്ത് കിട്ടി, 14 എന്ന് കിട്ടി. അടുത്ത എന്താണ്? യെസ്, 10th ടേമായി. ഇനി അടുത്ത 11th ടേമാണ്. ഓക്കെ, അപ്പോൾ 11th ടേം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 10th ടേമിൻ്റെ കൂടെ നമ്മൾ എന്താക്കിയാൽ മതി, കോമൺ ഡിഫറൻസ് നമ്മൾ ആഡ് ആക്കിയാൽ മതി അല്ലേ? അഥവാ 3/2 കൊടുത്താൽ മതി അല്ലേ? അതാണ് 11th ടേം, അതാണ് ബീറ്റ. റെഡി അല്ലേ? അതായത് 14 പ്ലസ് എന്താണ് മക്കളെ 3/2 അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 + 3 അല്ലെ എന്ന് പറഞ്ഞാൽ യെസ് 31/2 എന്ന് കിട്ടി. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് 2 കിട്ടി. ഏത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ 3x² - px അല്ലെ പ്ലസ് q ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് 2 കിട്ടി അല്ലെ? അതായത് ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ 14 ആണ്, മറ്റേ എന്താണ് 31/2 ആണ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് വേണം, p വേണം, അതേപോലെ എന്ത് വേണം, q വേണം. ഓക്കെ, നമുക്കറിയാം p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നോ ഇറ്റ് ഈസ് വാട്ട് സം ഓഫ് റൂട്ട് ആണ് അല്ലെ? അല്ലെങ്കിൽ p നമുക്ക് കണ്ടുപിടിക്കാം എങ്ങനെയാണ്, സം ഓഫ് റൂട്ട് കണ്ടുപിടിച്ചിട്ട് അല്ലെ? അതാ 14 പ്ലസ് 31/2 അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നോ അതെന്താണ് p/3 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുക, p ഈസ് ഈക്വൽ ടു അല്ലെ വാട്ട് ഇസ് ദാറ്റ്, p ഈസ് ഈക്വൽ ടു എന്താണ്, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ 14 28 ഓക്കെ 42 ഓക്കെ പ്ലസ് 31 ഇൻറ്റു 3. യെസ്, അപ്പോൾ ഇവിടെ p/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ 14 59 ഡിവൈഡ് ബൈ എന്ത് വരും മക്കളെ 2 എന്ന് വരും. ശരിയല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ p ഈസ് ഈക്വൽ ടു 177 ഡിവൈഡ് ബൈ എന്ത് വരും 2 എന്ന് വരും. റെഡി അല്ലേ? യെസ്, അപ്പോൾ p കിട്ടി. ഇനിയിപ്പോൾ q നമുക്ക് എന്താക്കാം, പ്രൊഡക്റ്റ് ഓഫ് റൂട്ടിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്താക്കാം, q കണ്ടുപിടിക്കാം. ശരിയല്ലേ? കാരണം q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ q/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് റൂട്ട് ആണ്. ഓക്കെ, വാട്ട് ഇസ് ദാറ്റ് 14 ഇൻറ്റു 31/2 അല്ലെ? 14 ഇൻറ്റു 31 ഡിവൈഡ് ബൈ 2. റെഡി അല്ലേ? അതായത് q ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 14 ഇൻറ്റു 31 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടി. ശരിയല്ലേ? യെസ്, നമുക്ക് ഇതിനെന്താകാം, കട്ട് ചെയ്യാം. അപ്പോൾ കണ്ട് 3 ഇൻറ്റു 7 21 ഇൻറ്റു 31 എന്ന് കിട്ടും. അപ്പോൾ 21 ഇൻറ്റു 31 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 651 എന്ന് കിട്ടും. ഓക്കെ, റെഡി അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, 651 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ക്യൂവും കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഫൈനൽ എന്താ വേണ്ടത്, q - 2p ആണ് വേണ്ടത്. ഓക്കെ, q - 2p. അപ്പോൾ q എന്ന് പറഞ്ഞാൽ 651 - 2 ഇൻറ്റു
പി എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ് 177 ഡിവൈഡ് ബൈ 2 ആണ് അല്ലേ? അപ്പോൾ രണ്ടും കൂടി നമ്മൾ എന്താക്കി ക്യാൻസലായി. ഓക്കെ, അപ്പോൾ 681 നമ്മൾ 177 കുറച്ച് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 474. ദാറ്റ് ഇസ് റൈറ്റ് ആൻസർ. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്, അത്രേ ഉള്ളൂ. റെഡി അല്ലേ? സോ മക്കളെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു. കാണാം.